ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുറച്ച് ഒരു മത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മത്തൻ ഇങ്ങനെ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് കളയണം. തൊലിയൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞു. ഞാൻ അടുത്തത് അതേപോലെ തൊലി കളയാം. അതിൻ്റെ തൊലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കറിയിലേക്കൊക്കെ തൊലിയോടെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊരു ബുദ്ധിമുട്ടായി തോന്നും നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ അത് എന്തായാലും കളയണം. ഇതാ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയിട്ടുണ്ട്. ഇതൊന്ന് ഇനി കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്താൽ മതിയാവും. നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടണം. ഇതങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇത് നമുക്കിതൊന്ന് കുക്കറിലിട്ട് വേവിക്കണം. ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ലേശം വെള്ളം ഒഴിച്ചാൽ മതിയാവും. വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ലേശം വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും. ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു വിസിൽ വന്നാൽ മതിയാവും. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടും. ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഇതാ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 250 ml. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതാ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. അത് തിളച്ച് വരുമ്പോഴേക്കും ഈ മത്തൻ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിക്കാം. നന്നായിട്ട് വെന്തു. ഒന്ന് മിക്സിയിൽ ഓൺ ചെയ്താൽ നല്ല ഇതായി കിട്ടും. നന്നായി ഉടഞ്ഞ് നല്ല ഇതായി കിട്ടും. ആറിയിട്ടുണ്ട്. ഇതാ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ മത്തൻ്റെ മിക്സിയിലിട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് അങ്ങനെ കൊട്ടിയതും വീണോട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം. ഇതാ ഒരു മുറി തേങ്ങൻ്റെ പകുതിയോളം എടുത്തിട്ട് പൊടിച്ചതാണ് മിക്സിയിലിട്ടിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ലേശം പംകിൻ സീഡാണ്, അതിട്ട് കൊടുക്കാം. കുറച്ച് കറുത്ത മുന്തിരി, കുറേശ്ശെ റവ കൊട്ടി കൊടുക്കാം. റവ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒന്നര കപ്പ് പാലിന് 3/4 കപ്പ് റവ ഞാൻ എടുത്തു ഇതിലേക്ക്. ഇതപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനൊന്ന് വെന്ത് കിട്ടണം റവ. ഇതപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. മതിയാവും. ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ആറി വരട്ടെ. റവ വേവിച്ച് നന്നായിട്ട് ആറിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇതേപോലെ കുഴച്ചെടുക്കണം. ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കണം.
ഇതാ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. റൗണ്ട് വേണമെങ്കിലും ആക്കാം, ഉരുള വേണമെങ്കിലും ആക്കാം കേട്ടോ. കുറച്ച് ഇതാ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഇതാ ഇങ്ങനെ ഉരുളയാക്കി എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതാണ്ട് നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം അങ്ങനെ ചെയ്തെടുക്കണം. ഇതാ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഒരു മണവും ഉണ്ടാവും. ഒന്ന് എടുത്താൽ മതി കേട്ടോ, ഒരു നെയ്യിൻ്റെ മണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല, ഓൾറെഡി വെന്തതാണ്. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാ മതി, കോരിയെടുക്കാം. ഇത് അടുത്തത് അതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ആയി വരട്ടെ. പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സ്കിപ്പായിട്ട് തന്നെ പോകും. ഈ നെയ്യ് ആയതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. കുറച്ച് റവയും ഒരു കഷ്ണം മട്ടനും മാത്രം മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം റെഡിയാണ്. പിന്നെ രാവിലത്തെ മോർണിംഗ് സ്നാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആണെങ്കിലും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണമെന്നില്ല. കാലത്താണെങ്കിലും മധുരം ഇത്തിരി നന്നായിട്ട് വേണമെന്നില്ല, കുറഞ്ഞു പോയാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.